ആ വീഡിയോസ് ഒക്കെ കണ്ടു കാണും. പക്ഷേ ഈ അനുമോളുടെ തുറന്നു പറച്ചൊരു സംസാരവും ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് 4 ദിവസം മുമ്പേ അനുമോള് ലക്ഷ്മി നക്ഷത്രക്ക് കൊടുത്ത ഇന്റർവ്യൂ ആണ്. അതിൽ എന്തൊക്കെ തള്ളായിരുന്നു തള്ളിയത്. നമ്മൾ എന്തായാലും അതിൽ അനുമോള് സംസാരിക്കുന്ന ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. Hello guys, so this is Bonish. So ഇതാണ് ഫസ്റ്റ് വ്ലോഗ് യൂട്യൂബില്. സോ ഇതിന്റെ ഫസ്റ്റ് വ്ലോഗ്ன்றது நான் எதை பத்தினா என்னோட மேரேஜ். ஸோ எஸ் என்னோட மேரேஜ்ல வந்து இப்போ இன்னைக்கு 16, என்னோட மேரேஜ் வந்து 18. ഇസ്മി കൈസ് നമ്മുടെ അനുമോള് പിന്നെ ഭുവനേശ്വർ അത് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൈസിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു, ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ട് പറഞ്ഞ കാര്യം അനുമോളെ പറഞ്ഞ് കണ്ടില്ലേ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ആ ഒരു വീഡിയോ 19 മിനിറ്റുള്ള വീഡിയോ ഞാൻ മൊത്തം ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ വ്യക്തിക്ക് ഞാനൊന്നും കൂടെ അയച്ച് ഇപ്പോൾ ഒരു വോയിസ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. എന്നാൽ പിന്നെ ആട്ടെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് മാത്രം കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോകാം. അത് വേറെ ഒരു കാര്യം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബും കൂടെ ചെയ്തേക്കാം, ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. ഈ ഒരു വീഡിയോക്ക് അത്യാവശ്യം നല്ലൊരു ലൈക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും. അനുമോൾ ഫാൻസുകാർ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തോ. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു ഫാമിലി വേണമെന്ന് ആഗ്രഹം എന്ന് വെച്ചാൽ അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു ഇത് കണ്ടിട്ടാണ് എനിക്ക് വേണം. ബോണ്ട് കണ്ടിട്ട്, പിന്നെ അവരുടെ ഒരു കെമിസ്ട്രി അതൊക്കെ കണ്ടിട്ട്, പിന്നെ എന്റെ ചേച്ചിയും ചേട്ടന്റെയും കണ്ടിട്ട്, അപ്പൊ ഇവർ രണ്ടരയും കണ്ടാണല്ലോ ഞാൻ വളരുന്നത്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നും എനിക്കൊരു ലൈഫ്, അതായത് എനിക്കൊരു അടുത്തൊരു ലൈഫ് വേണം, ഒരു ഫാമിലി ആകണം. ഗുഡ് ന്യൂസ് അധികം വൈകാണ്ട് കേൾക്കാം ഒക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ലക്ഷ്മി നക്ഷത്ര ഇന്റർവ്യൂ എടുക്കുന്നത്. കൈസ് ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3-4 ദിവസം മുമ്പ് ഈ അനുമോടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ലക്ഷ്മി നക്ഷത്രയായിട്ട്. എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇന്റർവ്യൂ കണ്ടിട്ട് ഇപ്പോഴത്തെ ഈ കല്യാണം കൂടെ കാണുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, കുറേ ആൾക്കാർ കുറച്ച് ഭാഗങ്ങൾ മാത്രം കണ്ടിട്ട് കൈസിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഇരുന്ന് കണ്ട് കൈസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞപ്പം അത് എൻഡിലോട്ട് വരുമ്പം അനുമോക്ക് പോസിറ്റീവായിട്ടാണ് ഈ പുള്ളിക്കാരൻ സംസാരിക്കുകയൊക്കെ ചെയ്തത്. പോസിറ്റീവായിട്ട് തന്നെ ആദ്യമൊക്കെ ഒരു കളിയാക്കിയ രീതി സംസാരിക്കുന്നതേ ഉള്ളൂ. നല്ല പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഈ അഖിൽമാരാര്, ഇവരൊക്കെ ആയിരുന്നല്ലോ മെയിൻ ആൾക്കാരൊക്കെ. അവരൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞ് കാണിച്ചു കൂട്ടിയതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനുമോൾ എന്താ ചെയ്തത്, കപ്പുമായിട്ട് പോയി അവൾ അവിടെ കാര്യങ്ങൾ നോക്കി പോകുന്നതായിട്ടാണ്. അത് കൈസിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഷോയ്ക്കകത്ത് അനുമോളെ വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഷോയ്ക്കകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ റിയൽ ലൈഫിലാണ് പുള്ളിക്കാരി കാണിച്ച കാര്യങ്ങളൊക്കെ പക്കയാണെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ കപ്പ് കിട്ടി, അതുകൊണ്ട് പോവുകയും ചെയ്തു. ഇവിടെ വന്നിട്ട് അത് പറയാനോ മറ്റുള്ളവരെ കുറ്റം പറയാനോ ഇല്ല. പക്ഷെ അനീഷ് ഇവിടെ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്തേക്ക് ഇടുകയും ചെയ്യും, ബാക്കിയുള്ളവരെ വെറും ഇതാക്കുന്ന കുറച്ച് രീതികളൊക്കെ ഉണ്ട് പുള്ളിക്കാരനെ. ഓക്കെ, അതിലോട്ട് ഞാൻ വരാം. കൈസിൻ്റെ കുറച്ചും കൂടെ ഞാൻ വീഡിയോസ് ഒക്കെ വെച്ച് തരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോടെ ഹസ്ബൻഡിൻ്റെ ഒരു വ്ളോഗ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനും വ്ളോഗ് ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് ടൈം കണ്ട പുള്ളി വ്ളോഗ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല അടിപൊളി വ്ളോഗും കാര്യങ്ങളായിരുന്നു. ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. ഈ കൈസിന്റെ ഈ ഒരു വീഡിയോ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതി. എനിക്കത് മൊത്തമായിട്ട് കണ്ടപ്പോൾ അത് പോസിറ്റീവായിട്ടാണ്. അത് ഇച്ചിരി നെഗറ്റീവ് പോലെ തോന്നുന്നേ ഉള്ളൂ. അത് സത്യത്തിൽ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. കാരണം കൈസിന്റെ ആ ഒരു ഒറ്റ പോയിന്റാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ BB എന്ന് പറഞ്ഞ ഷോയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനുമോൾ കാണിച്ച ക്വാളിറ്റി അത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിനെ വെറുതെ നെഗറ്റീവ് ആക്കരുത്. എന്തെങ്കിലും കുറച്ച് നമ്മളിപ്പോൾ ഒരു വ്യക്തിനെ കുറിച്ച് പോസിറ്റീവ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ആ ഫാൻസുകാരെ പാതിക്കിട്ട് ആ വീഡിയോ ഒന്ന് പോകും. അവർക്കങ്ങ് ദേഷ്യമായിരിക്കും. പക്ഷെ മൊത്തം കാണണം, മൊത്തം കണ്ടിട്ട് ഉള്ള അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നെയാണ്. അപ്പോൾ ഞാൻ പുള്ളിക്ക് ഒരു വോയിസ് അയച്ചിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവിയുടെ വീഡിയോ വെക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അനുമോള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കാണുന്ന സമയത്ത് ചെയ്യാതെ വരുന്നത് സംഭവം കല്യാണത്തിലുള്ള ചെക്കനെ സെറ്റാക്കി വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. പക്ഷെ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ്, കല്യാണം നോക്കുന്നുണ്ട്, ശരിയാകും, എനിക്ക് കല്യാണം കഴിക്കാൻ നല്ല പൂജയാണെന്നൊക്കെയാണ് സംസാരിച്ച് വെക്കുന്നത്. എന്താ പറയാം, ബാക്കി നോക്കാം. ചിലപ്പോൾ നോക്കുന്നുണ്ട്, അപ്പം അത് വേണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പോ നമുക്കിപ്പോ ഈ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും നമുക്ക് ഈ ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഒരു ഫാമിലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്രയും കുറച്ചുകൂടി നല്ലതാണ്. നല്ലതാവേ ഒരു കുടുംബം കുട്ടികളൊക്കെ ഉണ്ടാവുന്ന ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. വളരെ മികച്ചൊരു തീരുമാനമാണ്. ബാക്കി പറഞ്ഞാലും ഒരു വൺ മാൻ ഷോ ഒറ്റയാൾപ്പെട്ടവളായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെ ഡിപ്പെൻഡ് ഇടൂ, ഇങ്ങനെ ഡിപ്പെൻഡ് അല്ല, ഇങ്ങനെ അതെന്ത് വർത്താനാണ് ലക്ഷ്മി ചേച്ചി. ഇങ്ങനെയും ഡിപ്പെൻഡബിൾ ആവണം, ഇങ്ങനെയും ഡിപ്പെൻഡബിൾ ആവണം. ഇങ്ങനെ മാത്രമായിട്ട് കാര്യമില്ലല്ലോ, എടുത്ത് ഇങ്ങനെയും ആണല്ലോ. ഇങ്ങനെയും ഡിപ്പെൻഡബിൾ ആകുമ്പോഴാണ് ഒരു ദാമ്പത്യ ബന്ധം പൂർണ്ണമാവുന്നത്. അല്ലാതെ ഇങ്ങനെ മാത്രം ഡിപ്പെൻഡബിൾ ആയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കി നോക്കാം. എന്തൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അയാളുടെയും കൂടെ ഓക്കെ പറയൂ, എന്താണ് സങ്കല്പം എന്ന് പറഞ്ഞത്?
അതായത് ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സങ്കല്പം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്റ്റാർ മാജിക് ഫെയിം, കോമ, സ്റ്റേറ്റ് അവാർഡ് വിന്നർ, കോമ, ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ, സീസൺ 7, ഇങ്ങനെ കോമ വരുമ്പോ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ക്രൈറ്റീരിയാസ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സങ്കല്പവും മാറിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം, മനുഷ്യന്മാരില്ല, അതൊക്കെ ഉണ്ടാകും. എന്തായാലും മനുഷ്യച്ചിയുടെ പുതിയ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് പറ കേൾക്കട്ടെ. സോ പുതിയ സങ്കല്പം പറയും. സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യക്തിത്വമുള്ള ഒരാളായിരിക്കണം, പിന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം, നല്ല സ്നേഹമുള്ള ഒരാളായിരിക്കണം. ഇപ്പോഴത്തെ കേരളത്തിൽ തന്നെ വേണം. കേരളത്തിൽ നിന്ന് കിട്ടിയാൽ നല്ലത് മനുഷ്യനായിരിക്കണം. ഓ, കേരളത്തിൽ നിന്ന് കിട്ടിയ നല്ലതെന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തിന് സെറ്റ് ആക്കി വെച്ചിട്ട് കാര്യമായിട്ട് ഇന്റർവ്യൂ വന്നിരുന്ന് പറയാണ് എനിക്ക് കേരളത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ കിട്ടിയ നന്നായിട്ട് നോക്കെ. എന്താ അവൾ അഭിനയം നോക്കികള് വെറുതെ സീറ്റ് അവിടേക്ക് കിട്ടിയത്. എന്തായാലും കൊള്ളാം. പിന്നെ അതിന്റെ അടുത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം കേട്ടോ, അനുമോളുടെ ചെക്കിന് തമിഴ്നാട്ടിൽ നിന്നാണ്. അതിപ്പോ എല്ലാവരും അറിഞ്ഞാണ്, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ബാക്കി കേട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യനായിരിക്കണം, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, ലൈഫിലും കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇപ്പൊ പറയുന്ന ഈ സൗന്ദര്യം അതൊന്നും എനിക്ക് പ്രശ്നമല്ല കേട്ടോ. ഞാൻ അതെ, സൗന്ദര്യം എനിക്കൊരു വിഷയമല്ല, പക്ഷെ നല്ല സൗന്ദര്യമുള്ള ചെക്കനെ തന്നെ ഞാൻ കല്യാണം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അല്ല അനുമോളെ, അതെങ്ങനെ വരൂ, അങ്ങനെ സംഭവിക്കും. ഈ പറയുമ്പോൾ എല്ലാവരും പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ എടുക്കുവാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പേഴ്സണലി ചോദിക്കുകയൊക്കെ ചെയ്യും. അത് പറയണോ ഇത് പറയണോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുകയൊക്കെ ചെയ്യും. ലക്ഷ്മി നക്ഷത്രയും അനുമോളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ. ഇത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്ന കാര്യങ്ങളാണ്, നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഹൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു കല്യാണം നടത്തുന്നത്. അതൊന്നും അവൾ പുറത്ത് കാണിച്ചിട്ടില്ല. അങ്ങനെ വേണ്ട സത്യം പറയാം. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വേറെ രീതി പോകും. ഒരു ലുലുമാളി വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു, അനുമോളോട് വന്നിട്ടൊരു മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു കല്യാണമാണെന്നൊക്കെ കേൾക്കൊക്കെ ചെയ്ത് ആരുടെ വേറെ വല്ല അനുമോളയാണെന്ന് ആര് പറയുന്നു. നമ്മുടെ അനുമോൾ ആ വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ. കാരണം ചില കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഹൈഡ് ചെയ്യേണ്ടതാണെങ്കിൽ ഹൈഡ് ചെയ്യേണ്ടി തന്നെ വരും. ഹൈഡ് ചെയ്യേണ്ട തന്നെ വരും. പിന്നെ നേരത്തെ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരി പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ച സംസാരം. ഞാൻ എൻ്റെ ഒരു പാഠമാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാം ആൾക്കാരോടൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കി ചില നമുക്കിട്ട് പണി തരും. അതിനെക്കാളും നല്ല ഹൈഡ് വെച്ചിട്ട് തന്നെ ചില കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടെന്താ നിങ്ങൾ തന്നെ പറ, നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ ആ ചെക്കൻ ആരാണ്, ചെക്കൻ്റെ പേരെന്താണ്, അവൻ എവിടെ ഉള്ളവനാണ്, എങ്ങനെയുള്ളതാണ്. നമുക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ആണോ അല്ലയോ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ തന്നെ കാണുന്ന പ്രേക്ഷകരോടാണ് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. 10 ആൾക്കാരെ അറിയിച്ച് കിട്ടിയത് വലിയ ആഡംബരത്തോടെ വലിയ 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 സ്വർണ്ണങ്ങളും അതും ഇതുമൊക്കെ കൊടുത്തതെല്ലാം ശാശ്വതമായിട്ടുണ്ടോ? നിങ്ങൾ പറ. ഇത് ഒളിപ്പിച്ച് വെച്ചാൽ കുറ്റം, വെച്ചില്ലെങ്കിൽ കുറ്റം, അത് പറഞ്ഞാൽ കുറ്റം, ഇത് പറഞ്ഞാൽ കുറ്റം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് കളിയാക്കാം. പക്ഷെ അവർ ചിന്തിച്ച രീതി ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുമുണ്ട്. നമുക്ക് ഇവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുകയൊക്കെ ചെയ്തത്. എന്നോട് എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതവും പിന്നെ എല്ലാം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് എല്ലാം പറഞ്ഞു തന്നത് വിനു എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ കൂടെ നിന്ന് കപ്പ് വരെ എത്തിക്കാൻ സഹായിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തി എന്നോട് സംസാരിച്ചാണ് പേഴ്സണൽ ഒരുപാട് കാര്യങ്ങൾ എന്നോടെല്ലാം പറഞ്ഞു തന്നു. ഇന്ന പോലെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ വിശ്വസിക്കുമെന്ന് വെച്ചപ്പം അതിനുള്ള തെളിവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പോസിറ്റീവായിട്ട് പിന്നെ സംസാരിച്ച് തുടങ്ങിയത്. സൗന്ദര്യം പ്രശ്നമല്ല, അപ്പിയറൻസ് പ്രശ്നമല്ല, ലുക്ക് പ്രശ്നമല്ല എന്നൊക്കെ. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ മെജോറിറ്റി ഓഫ് ആളുകളും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് സൗന്ദര്യത്തിലായിരിക്കും. അനുമോൾ അങ്ങനെയാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അതും പറഞ്ഞാലും പൊങ്ങലിടാൻ വരണ്ട. ചിലപ്പോൾ അനുമോൾ ഇന്റർവ്യൂ വന്നിരുന്ന് പറയുന്ന പോലെ തന്നെ ലുക്കിനേക്കാളും അനുമോൾ പ്രിഫറൻസ് വേറെ വല്ല കാര്യങ്ങൾക്കും അനുമോൾ കൊടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ അതൊക്കെ നോക്കി വന്നപ്പോൾ നല്ലൊരു സൗന്ദര്യമുള്ള ചെക്കനെ കിട്ടിക്കാണും. എന്നാൽ ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അനുമോളെ പോലെ തന്നെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പാടോട്ട് സൗന്ദര്യം എനിക്ക് വിഷയമല്ല, സൗന്ദര്യം ഞാൻ നോക്കും കൂടി ചെയ്യില്ല, എനിക്ക് വേണ്ടത് നല്ല സ്വഭാവമുള്ള കുട്ടികളെയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാർ തന്നെ പെണ്ണും ചെക്കനും നോക്കുന്ന സമയത്ത് ആദ്യം പറയുന്ന പരാതി എന്തായിരിക്കും അറിയോ? പെണ്ണിന്റെ മൂക്ക് പോരാ, ചെക്കന്റെ കവിള് പോരാ, നിറം പോരാന്നൊക്കെ ഇങ്ങനെ എത്രയോ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുമ്പോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ മറ്റൊന്നും. പക്ഷെ എന്തൊക്കെയായാലും അനുമോൾക്ക് നല്ലൊരു സൗന്ദര്യമുള്ള ചെക്കനെ കിട്ടി. അനുമോൾ സൗന്ദര്യത്തിന് പ്രിഫറൻസ് നൽകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി നല്ലൊരു സൗന്ദര്യമുള്ള പാർട്ണർ തന്നെ കിട്ടി എന്നുള്ളതാണ്. ബാക്കിയുടെ നോക്കാം. ഞാൻ പറയും ഇങ്ങനെ കളർ വേണം, നല്ല ഹൈറ്റ് വേണം, നല്ല ബോഡി. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കണ്ടോ, അനുമോൾ ഇതൊക്കെ പറയുമ്പോ ലക്ഷ്മി നക്ഷത്രക്ക് ചിരി എടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ക്യാമറ ഓഫ് ആക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രക്ക്. പക്ഷെ പറ്റുന്നില്ല പുള്ളിക്കാരിക്ക്. ചിരി അടുക്കി വെക്കാം. കാരണം അനുമോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ കണ്ടതിന് ശേഷമാണ് ഈ ഇന്റർവ്യൂ ഇവർ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സൗന്ദര്യമുള്ള ഒരു ചെക്കൻ തന്നെയാണ് അല്ലേ? സ്വാഭാവികമായിട്ടും അനുമോൾ സൗന്ദര്യമുള്ള ഒരു ചെക്കനെ സെലക്ട് ചെയ്ത് വന്നിട്ട് ഇന്റർവ്യൂ വന്നിരുന്ന് പറയാം എനിക്ക് സൗന്ദര്യം പ്രശ്നമില്ല, ലുക്കിലൊക്കെ എന്തിരിക്കുന്നത്, ലുക്ക് എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചെക്കനെ സ്വഭാവമാണ് നോക്കുന്നതെന്ന് പറയുമ്പോൾ ലക്ഷ്മി നക്ഷത്രക്ക് അവിടെ ചിരി വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നിങ്ങൾ തന്നെ പറ. ഇതൊരു സംഭവം മുട്ടൻ കോമഡി ആയിട്ടുണ്ട്. ബാക്കി പറഞ്ഞല്ലോ. പിന്നെ അതൊക്കെ നമുക്കൊരു പ്രായം പോകുന്ന കാര്യങ്ങളാണ്. ഈ വീഡിയോ വരും കേട്ടോ പല സ്ഥലങ്ങളിലും കട്ട് ചെയ്ത് എന്താ സംശയം? ഇപ്പൊ വന്നല്ലോ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ പിന്നെ വരാണ്ട് പിന്നെ അനുമോൾ പിന്നെ സ്വാഭാവികം. അറിഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ലക്ഷ്മി നക്ഷത്രക്ക് കാര്യം കത്തി ഇത് ട്രോളിനുള്ള വകുപ്പുണ്ടെന്നുള്ളത്. അത് പിന്നെ സ്വാഭാവികം. ബാക്കിയുണ്ടാവും ഫ്യൂച്ചറിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മനസ്സുപോലെ ഇരിക്കും. ചില ആൾക്കാരൊക്കെ ഉണ്ട് ദുഷ്ടന്മാരായിട്ടുള്ള ചില വ്യക്തികളൊക്കെ. അവന്മാരൊക്കെ നമ്മൾ വധിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു സമയത്ത്. പക്ഷേ ഇത് വേറൊന്നുമല്ല. അവിടെ ലൈഫാണ്, നല്ല ഉദ്ദേശത്തോടെ മാത്രമാണ്. കാരണം ചുറ്റും കഴുകന്മാരുണ്ട്. അതൊന്നും ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കോ മീൻസ് റിയാക്ഷൻ ചെയ്യുന്ന 2-3 ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണുന്ന നാട്ടുകാർക്കോ ഒന്നും അറിയത്തില്ല അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടെ വരെ വരുമ്പം നമ്മൾ കൈയടിക്കേണ്ട അടുത്താണെങ്കിൽ നമ്മൾ കൈയടിക്കുകയും ചെയ്യണം. പിന്നെ ഒരു കാര്യം,
ഈ ഒരു മകളെ കൊണ്ട് ടെൻഷൻ അടിച്ച് ജീവിച്ച ഒരാളായിരുന്നു അച്ഛനും അമ്മയൊക്കെ. കാരണം അവിടെ ഭാവി എന്താവും, എങ്ങനാവും, അങ്ങനെ ഒരു ആൾക്കാരുണ്ട്. അവരെ കൂടെ നമ്മൾ മാനിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ആ കല്യാണ സമയത്താണെങ്കിൽ ആ അച്ഛൻ ആ പയ്യനെ കൈയിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഇത് കാണുന്നവർക്ക് അത് മനസ്സിലാകാൻ പറ്റും. സൗന്ദര്യം അധികം വേണ്ടാന്ന് കുട്ടി പറഞ്ഞത്. അതെ നല്ല ഓക്കെ ഇടയിൽ കൂടെ രശ്മി കൊടുക്കുന്നുണ്ട്. സൗന്ദര്യം അധികം വേണ്ടാന്ന് കുട്ടി പറയണമെന്നൊക്കെ. ഇത് പറയുമ്പോൾ ലക്ഷ്മി നക്ഷത്രം ഉള്ളിൽ പറയുന്നുണ്ടായിരിക്കും അറിയോ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെ നല്ല സൗന്ദര്യമുള്ള ചക്കനെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഡയലോഗ് അടിക്കണ്ടില്ല. എന്തായാലും നോക്കുന്നില്ല. അതാ പറഞ്ഞ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ പോകും. അപ്പൊ ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഏറ്റവും കൂടെ ഉള്ളതാണ്. അപ്പൊ എനിക്ക് നല്ല സ്വഭാവമുള്ള ഒരാളെയാണ് വേണ്ടത്, എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെയാണ് ഞാൻ നോക്കുന്നത്. എന്റെ ജാതത്തിൽ നിന്നുള്ളതാണ് എനിക്ക് എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ് ലക്ഷ്മി ആ മുകളിൽ ഒരു കളിയാക്കേണ്ട ടോണ് ഇങ്ങനെ നോക്കാതെ ലക്ഷ്മി. എന്തായാലും അനുമോളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കെട്ടാൻ പോണ ചെക്കിന്റെ സൗന്ദര്യം എനിക്കൊരു പ്രശ്നമേ ഇല്ലാന്ന് പറയുന്നു. എന്നാലോ കാഴ്ചയിൽ എനിക്ക് തോന്നിയത് അനുമോളേക്കാണ് സൗന്ദര്യം അനുമോള് കിട്ടുന്ന ചെക്കനുണ്ട് എന്നുള്ളതാണ്. ഞാൻ എന്റെ സൗന്ദര്യ സങ്കല്പമാണ് പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഞാൻ കമന്റ് ബോക്സിൽ വിദഗ്ധർക്ക് അഭിപ്രായം തേടിയ സമയത്ത് അവർക്കും അനുമോളേക്കാളും ഒരു പടി സൗന്ദര്യം ചെക്കന് കൂടുതലുള്ളതായിട്ടാണ് അവർക്കും അഭിപ്രായം പറയാനുള്ളത്. അതുപോലെ തന്നെ ചെക്കന്റെ ഹൈറ്റ് എനിക്കൊരു പ്രശ്നമേ ഇല്ലെന്ന് പറയുന്നു. എന്നാലും നോക്കി നോക്കുമ്പോൾ അനുമോളേക്കാളും ഹൈറ്റുള്ള ചെക്കനെയാണ് അനുമോള് സെലക്ട് ചെയ്തത്. പിന്നെ എനിക്ക് ചെക്കന് മാസിലും ഫിറ്റ്നസും ഒരു വിഷയമില്ല എന്ന് പറയുന്നു. പറഞ്ഞു വരുമ്പോൾ ചെക്കൻ ഒരു ഫിറ്റ്നസ് ഫ്രീക്കാണ്. ഈ പറഞ്ഞതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാളാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനിത് പറയുന്നത് നിങ്ങൾ സീരിയസ് ആക്കി എടുക്കണം. അതായത് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് തന്നെയാണെന്ന് കരുതിയാൽ മതി അല്ലേ. നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. അവളെല്ലാം ഹൈഡ് ചെയ്ത് എല്ലാം ഓപ്പോസിറ്റാണ് നമ്മുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ വ്ളോഗും ഇപ്പം റിയൽ ലൈഫിൽ നമ്മൾ കണ്ടപ്പോൾ ശരിക്കും ഷോക്കായില്ലേ. ഇപ്പം എന്താ പറയണ്ടേ, സബ്സ്ക്രൈബേഴ്സിന് ഇതിൽ കൂടുതൽ ഒരു സർപ്രൈസ് ആരെങ്കിലും കൊടുക്കും. അങ്ങനെ ചിന്തിച്ചാൽ മതി, പോസിറ്റീവായിട്ട് എടുത്താൽ മതി. കൈസിന്റെ ഈ വീഡിയോയിലെ കുറച്ചും കൂടെ കഴിയുമ്പോൾ കൈസ് പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, അടുത്ത വർഷമൊക്കെ കല്യാണം ഉണ്ടാവുന്നുണ്ട്. ഏതാണ് ടീം സിസ്റ്റം. എന്നാലും കല്യാണം കഴിഞ്ഞാലും അതിനെ തുടരുമെന്നുള്ള അനുമോളുടെ തീരുമാനം വളരെ മികച്ചതാണെന്ന് പറയാതെ വയ്യ. അങ്ങനെ തന്നെ ആവട്ടെ കാര്യങ്ങൾ അല്ലേ. ഇനി നമുക്ക് ടോപ്പിക്കിന്റെ മെയിൻ വിഷയത്തിലേക്ക് വരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരുപാട് ഓൺലൈൻ മീഡിയാസ് അനുമോളുടെ റീൽസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ പല ഓൺലൈൻ മീഡിയാസിനും കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ കുറെയൊക്കെ നല്ല കമന്റ്സ് ആണ് വരുന്നത്. പക്ഷേ ചില ഓൺലൈൻ മീഡിയാസിന്റെ കമന്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ അത്ര നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചില കമന്റ്സ് ഒന്ന് വായിച്ചു തരാം. വെറുതെ വായിച്ച് സമയം കളയണ്ട, നമുക്ക് ഇത് വെക്കാം. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറെ വായിച്ചാണ്. അല്ല, കൈസിനെ കുറ്റം പറയാനും പറ്റത്തില്ല. അതുപോലത്തെ അപരാധമാണ് എഴുതി വെക്കുന്ന കുറെ എണ്ണം വന്നിട്ട്. അതും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നുണ്ട്, പിന്നെ തങ്കച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല മറ്റേ ലവനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഒരു റീലൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നല്ലോ. ഞാൻ അതിനെക്കുറിച്ച് പണ്ട് ചർച്ച ചെയ്തതാണ്. ഇനി അതിനെക്കുറിച്ച് ഇതിനെ കൂടുതൽ സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. സത്യം പറയില്ല, ആ ഒരു വിഷയത്തിൽ വിനുവിനോട് നന്ദി പറയേണ്ടത് അനുമോളുടെ ഫാമിലി തന്നെയാണ്. വിനു അത് എന്നെ വിളിച്ച് സംസാരിച്ച് പക്കയാക്കി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. ഈ പെണ്ണിന്റെ പതനം കാണാൻ കുറെ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അനുമോളുടെ കേസ് കിട്ടില്ല, എന്നെ അതുലാണ് കൂടുതലും അല്ലാതെ ചെയ്തിട്ടുണ്ടായിരുന്ന. അതെങ്ങനെയാണടാ, അതിങ്ങനെയാടാ, ഇങ്ങനെയാടാ, മറ്റേടാ. ഞാൻ ആദ്യം വിളിച്ചിട്ട് എൻ്റെ എന്താ പറയണ്ടേ, നല്ല രീതിക്ക് ഞാൻ കളിയാക്കുമായിരുന്നു. കളിയാക്കിയല്ല, ഞാൻ ട്രോളി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ BBA ചില കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. GCL വിഷയം കാര്യങ്ങളൊക്കെ. ഓക്കെ, അതൊക്കെ നമ്മുടെ സ്റ്റാൻഡിപ്പോൾ ഒരുപോലൊക്കെ തന്നെയാണ് കേട്ടോ. ആര്യൻ വിഷയമൊക്കെ അതൊന്ന് ഇനിയിപ്പോൾ സംസാരിച്ച് നമുക്ക് സമയം കളയണ്ട. ബി ഹാപ്പി, അല്ല നല്ല ഹാപ്പി ആയിട്ടൊക്കെ നല്ല രീതിയിൽ പോട്ടെ. പിന്നെ അതുപോലെ തന്നെ പയ്യൻ്റെ ഒരു വ്ളോഗ് അതെല്ലാവരും പോയി പുള്ളിയുടെ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്ത് അവൻ കൊള്ളാം, വെച്ചേരാം. കൊള്ളാം പുള്ളിയുടെ വ്ളോഗൊക്കെ. விட்டுட்டு போறதுதான் வந்து ரொம்ப கஷ்டம், இருக்கிறது ரொம்ப கஷ்டம். எங்கள் மம்மி ஆல்ரெடி அவங்க குளிச்சு ரெடி ஆகிட்டாங்க. ஸோ நான் ட்ரெஸ் மட்டும் மாற்றணும். நான் ட்ரெஸ் சேஞ்ச் பண்ணணும். குளிச்சு ஆல்ரெடி ரெடி ஆகிட்டேன். இப்போ தான் என்ன பண்ணுறதுன்னு தெரியல. பாய் சொல்லு. 3 days ஒழுங்கு சரியா? ஓகே ஓகே, ரொம்ப கஷ்டம். ஓகே, ஸோ ஓகே, அடுத்து வந்து பார்த்தீங்கன்னா ஓகே ஆல்மோஸ்ட் டன். நான் பேக்கிங் தான் அங்கே போய் காமிக்கிறேன். ஸோ சரிங்களா? ஓகே, இங்கே விஷு. ஓகே, நான் நெக்ஸ்ட் கிளிப் ஆட் பண்ணுறேன். வந்து ரெடி ஆகிட்டோம். ஸோ ரெடி ஆகிட்டு கொஞ்சம் வந்து போய் வரணும். ஸோ அம்மா ரெடி, உள்ள ചേട്ടൻ ரெடி, அங்கே சிவா ரெடி. അമ്മയും മോനും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, പപ്പയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അമ്മയും മോനും മാത്രമേ ഉള്ളൂ. കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് അല്ലാതെ കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനത് ഇവിടെ വെക്കുകയൊന്നും ചെയ്യുന്നില്ല, വെറുതെ അത് ബാഡാവും. எல்லாரும் ரெடி, ஆல் செட். ஸோ நாங்கள் அதே கிளம்புறோம். போய் அதில் போய் பொடி விட்டுட்டு ஸோ அங்கே போய் பார்க்குறேன். எப்படி விட்டுட்டு அதுக்கு வருவான். ஓகே, எல்லாம் ரெடி. ஹாய் ஹாய் ஷியோர் ஹாய். இப்போ வந்து 4 o'clock வந்து மெகந்தி ஃபங்க்ஷன். ஸோ அதுக்கு ரெடி ஆகிட்டுருக்கேன். ஸோ நான் மூவ் பண்ணிக்கிறேன். ஸோ டேட் வந்து கொஞ்சம் அவங்க கடை வந்துருக்கு. ஸோ ரிமூவ் பண்ணிக்கிறாரு. ஸோ முடிச்சுட்டு ஒரு 4 to 5 மெகந்தி ஃபங்க்ஷன் நான் வந்துட்டு இருக்கேன்.
വന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് ഫുഡ് കഴിച്ച് അപ്പൊ തന്നെ ആണെങ്കിൽ വിട്ടോ പ്ലീസ് വരണം. ഞാൻ നാളെ കാണാം. ബ്ലോഗ് എടുക്കാൻ எல்லாமே போயிடுச்சு. ബ്ലോഗ് എടുത്താ எல்லாம் மிஸ் ப்ளாக் எடுக்க எல்லாம் போயிடுச்சு. அங்க வரைக்கும் நம்ம ஊர்ல ப்ளாக் வரைக்கும் ப்ளாக் எடுத்தேன். அதுக்கு நான் கல்யாண நாள், அதாவது நான் கல்யாணம் பண்ணிக்க போற நாள். ஸோ இப்போ வந்து டைம் வந்து 2 o'clock 2:30. ஸோ மெகந்திலாம் പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 17-15 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പോർഷൻ വരുമ്പോൾ എങ്ങനെ ആയാലും ഒരു 15 മിനിറ്റ് ആവും. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് വ്ളോഗ് ചെയ്യണോ വേണ്ട എന്ന് നിങ്ങൾ ഇത് എത്ര പേര് ഈ ഒരു ഭാഗം കാണുമെന്ന് എനിക്കൊന്ന് അറിയണം. എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ പോകും. ഞാനിങ്ങനെ ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സജഷൻ ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞു നീ പോയിട്ട് ഓടാം എന്ന് പറഞ്ഞു. പോയിട്ട് വരണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പുള്ളിക്കാരി എന്നോട് പറയുകയൊക്കെ ചെയ്തു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ കരുതി. വ്ളോഗ് എടുക്കണമെങ്കിൽ നിങ്ങൾ പറ. ഓക്കെ, ഈ ഒരു പോർഷനിലെ ഞാനും ഒന്ന് വ്ളോഗ് എടുത്ത് നോക്കട്ടെ. എൻ്റെ വ്ളോഗൊക്കെ കണക്കാണ്. ஸோ எல்லாம் ரெடி பண்ணி நாங்கள் ரூட்டில் செட் ஆகிடுச்சு. ஃபுல்லான போகிறப்போ அடிச்சு எழுப்பி விட்டாச்சு. சரி தூங்க டைம் இல்லை. ஸோ இப்போ வந்து மேக்கப் போடணும், அதுக்கப்புறம் பைக்ஸ் எடுக்கணும், ஃபோட்டோகிராஃபர் வருவாங்கல்ல, ஃபோட்டோகிராஃபி வீடியோலாம் முடிச்சுட்டு 4:30 5 o'clock டெம்பிள் போகணும். அங்கே வந்து என்னோட ரைடு வந்து அங்கே ரெடி ஆகிட்டுருக்காங்க. ரைடு யாருன்றதை நான் அப்புறமா சொல்கிறேன். அதுக்கு மாதிரி நம்ம போய் ரெடி ஆகலாம். ஓகே, முடிச்சிட்டேன். ஸோ எனக்கு காஃபி இல்லாமல் மார்னிங் வந்து அடுத்த ஒர்க் நடக்கிறது சான்ஸே இல்லை. ஸோ நான் காஃபி ஆர்டர் பண்ணிட்டேன். ஸோ காஃபி இருக்குது. ஸோ அதை முடிச்சுட்டு நெக்ஸ்ட் வந்து மேக்கப் ஆகும். ஸோ மேக்கப் ரெடி ஆகும், அதை ஆட் பண்ணுறேன். ஓகே, ஸோ இன்னைக்கு கொஞ்சம் எக்ஸைட்மெண்ட்டாக தான் இருக்குது. அது கூட கொஞ்சம் இன்னைக்கு கூட என்னோட கண்டுபிடிக்கணும். പുള്ളിയുടെയും കൊച്ചൊരു വ്ളോഗാണ്. അത്യാവശ്യം കാണാൻ സെറ്റപ്പ് ഒക്കെയാണ്. ഓക്കെ, ഓക്കെ ഗായ്സ്, ഓക്കെ അത്യാവശ്യം വീഡിയോസൊക്കെ കൊള്ളാം. അപ്പം പുള്ളിയുടെ ചാനൽ പോയി എല്ലാവരും സബും കൂടെ ചെയ്തോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വ്ളോഗ് എടുക്കണോ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്. ഗൈസ് അതൊരു നോർമലി ഇങ്ങനെ സംസാരിച്ച് പോയാണ്. കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയാണല്ലോ. അനുമോൾ ഇതൊരു നല്ല ഉദ്ദേശത്തോടാണ് സംഭവം അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കത് മനസ്സിലായി. കാരണം അതുപോലെ അനുഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അത് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും കാണുന്നവരുടെ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ചില ആൾക്കാർ നല്ല കാര്യം ഉണ്ടെങ്കിൽ ആരോട് ഷെയർ ചെയ്യാതിരിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, പണി പാലം വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല വെട്ടിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം എടുക്കുന്നതിന് ഒരു തെറ്റും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു തെറ്റും കാണുന്നില്ല. ഓക്കെ, ഇനി കൂടുതൽ ഞാൻ സംസാരിച്ച് വെറുപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ വ്ളോഗ് എടുക്കുന്നതിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണേ. ബൈ, ലവ് യു.